കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു മൂന്നാം ഊഴം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് സമാപിച്ച CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിശ വ്യക്തമാക്കുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന പ്രഖ്യാപനം ഇടത് ക്യാമ്പുകളിൽ പുതിയ ആവേശമാണ് പകരുന്നത്. തിരഞ്ഞെടുപ്പിനെ ആര് നയിക്കുമെന്ന മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടിയും നൽകി. ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയൻ തന്നെയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാകും LDF ജനവിധി തേടുകയെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം നേതൃത്വ മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും പിണറായി വിജയന്റെ കരുത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം. ധർമ്മടത്ത് നിന്നും അദ്ദേഹം മൂന്നാം തവണയും ജനവിധി തേടുമെന്ന സൂചനകൾ പിണറായി യുഗം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കില്ലെന്ന് MA ബേബി വ്യക്തമാക്കി. CPIMനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രീതിയോ കീഴ്വഴക്കമോ ഇല്ല. LDFൽ മുഖ്യമന്ത്രി പദവി പ്രേമികളില്ല, മറിച്ച് ജനപക്ഷ രാഷ്ട്രീയ പ്രേമികളാണ് ഉള്ളതെന്ന അദ്ദേഹത്തിന്റെ പരാമർശം UDFലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളെ പരോക്ഷമായി പരിഹസിക്കുന്നതായിരുന്നു.